പ്രിയ മാതാപിതാക്കളെ, അധ്യാപകരെ, സ്നേഹം നിറഞ്ഞ കൂട്ടുകാരെ, ഞാൻ കോട്ടയം ജില്ലയിലെ വാഴപ്പള്ളി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ആരോഗ്യ പ്രവർത്തകൻ എസ് ജയകൃഷ്ണനാണ് നിങ്ങളോട് ഇപ്പോൾ സംവദിക്കുന്നത്. പ്രിയ കൂട്ടുകാരെ, പഠനത്തിൽ താൽപ്പര്യം കുറയുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കാനാവാതെ ഇരിക്കുക, പാഠങ്ങൾ വായിച്ചിട്ട് മനസ്സിലാവാതിരിക്കുക, ശരിയായി ഓർമ്മിക്കാനാവാതിരിക്കുക, പഠനത്തിൽ പിന്നോക്കാവസ്ഥ നേരിടുക, കൈകാൽ കഴപ്പ്, ക്ഷീണം, അമിതമായ ഉറക്കം, ഉത്സാഹമില്ലായ്മ, കിതപ്പ്, നെഞ്ചിടിപ്പ്, തലകറക്കം, വിശപ്പില്ലായ്മ, ഓക്കാനം, ശ്വാസം മുട്ടൽ, നഖങ്ങൾക്ക് ബലമില്ലാതെ ഒടിഞ്ഞു പോകൽ, മുഖം, നഖം, നാക്ക്, ഉള്ളംകൈ, ഉള്ളംകാൽ, കണ്ണുകൾ തുടങ്ങിയവ വിളറി വെളുക്കൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ഇതോടൊപ്പം കൗമാരത്തിലുണ്ടാകുന്ന അകാരണമായ ദേഷ്യം പോലുള്ള സ്വഭാവ വ്യതിയാനങ്ങളും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണം വിളർച്ച എന്ന രോഗാവസ്ഥയാണ്. കൂട്ടുകാരെ, വിളർച്ചാ രോഗമുണ്ടായാൽ ബുദ്ധി വളർച്ചയെ അത് വളരെ സാരമായി ബാധിക്കുകയും രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്നു. ഇതോടൊപ്പം ശാരീരിക വളർച്ച മുരടിക്കുക, കായികശേഷി, പഠന താൽപ്പര്യം എന്നിവ കുറയുക, എപ്പോഴും ക്ഷീണവും തളർച്ചയും, അതുപോലെ സ്ത്രീകളിൽ അഥവാ പെൺകുട്ടികളിൽ ക്രമം തെറ്റിയ ആർത്തവവും ഉണ്ടാകുന്നു. പഠനങ്ങൾ പറയുന്നു, കേരളത്തിൽ 60% സ്ത്രീകളിലും പെൺകുട്ടികളിലും 20% ആൺകുട്ടികളിലും വിളർച്ചയുള്ളതായി കാണുന്നുവെന്ന്. ശരീരത്തിന് ആവശ്യമായ പോഷണം ഭക്ഷണത്തിലൂടെ ലഭിക്കാത്തതാണ് മിക്കവരിലും ക്ഷീണത്തിനുള്ള പ്രധാന കാരണം. അന്നജം, പ്രോട്ടീൻ എന്നിവയോടൊപ്പം ജീവകങ്ങളും ധാതുലവണങ്ങളും ശരീരത്തിന് ആവശ്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ധാതുലവണങ്ങളിൽ പ്രധാനമായ അയണിൻ്റെ കുറവോ അഭാവമോ മൂലമുള്ള വിളർച്ചയാണ് ക്ഷീണത്തിൻ്റെ പ്രധാന കാരണം. രക്തത്തിലെ ചുവന്ന രക്താണുക്കളുടെ കുറവ് കൊണ്ടാണ് വിളർച്ച ഉണ്ടാകുന്നത്. വിളർച്ച അഥവാ അനീമിയ ഒരു രോഗലക്ഷണമായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ഒരു പ്രത്യേക ഘട്ടം എത്തിക്കഴിഞ്ഞാൽ അനീമിയ ഒരു രോഗം തന്നെയായി മറ്റെല്ലാ അവയവങ്ങളെയും ബാധിക്കുകയും ചെയ്യുന്നു. ഇതുമൂലം ഹൃദ്രോഗങ്ങൾക്ക് ഉള്ള സാധ്യത, പെപ്റ്റിക് അൾസർ, എല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ, രക്തസ്രാവ പ്രശ്നങ്ങൾ എന്നിവ കൂടി ബാധിക്കുമ്പോൾ വിളർച്ചയുള്ള പെൺകുട്ടികളുടെ ആരോഗ്യനില കൂടുതൽ ഗുരുതരമാവുകയും ചെയ്യുന്നു. പ്രധാനമായും 3 തരത്തിലുള്ള വിളർച്ചകളാണ് കണ്ടുവരുന്നത്. 1. അയണിൻ്റെ അപര്യാപ്തത മൂലമുള്ള വിളർച്ച. 2. ആഹാരത്തിലെ തകരാറുകൊണ്ട് രക്തത്തിലെ ഫോളിക് ആസിഡിൻ്റെ അളവ് കുറയുമ്പോഴുള്ള ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി അനീമിയ. 3. വൈറ്റമിൻ B12 കുറവ് കൊണ്ടുള്ള വിളർച്ച. കൂടുതൽ പെൺകുട്ടികളും ശരീരം മെലിയാൻ വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കാറുണ്ട്. ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുന്നതോടൊപ്പം ആവശ്യമായ പ്രധാന പോഷകങ്ങളും ഇതോടൊപ്പം കുറയുകയാണ് ചെയ്യുക. പലരും പ്രഭാത ഭക്ഷണം തന്നെ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുന്നവരാണ്. പ്രഭാത ഭക്ഷണം ഒരു ദിവസത്തെ മൊത്തം ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്. ഈ പതിവ് ശീലമാകുമ്പോൾ ക്രമേണ വിളർച്ച ബാധിക്കുകയും ചെയ്യുന്നു. കൗമാരത്തിൽ വിളർച്ചയുള്ള പെൺകുട്ടി ഗർഭിണിയാകുമ്പോൾ വിളർച്ച ഉണ്ടാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. നവജാത ശിശുവിനും അമ്മയ്ക്കും അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. പ്രസവ സമയത്തും അതിനുശേഷവും അമ്മയുടെയും കുഞ്ഞിൻ്റെയും ജീവന് ഇത് ഭീഷണിയുമാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നേരത്തെ ഞാൻ പറഞ്ഞുവല്ലോ, കേരളത്തിൽ 60% പെൺകുട്ടികളിലും സ്ത്രീകളിലും 20% ആൺകുട്ടികളിലും വിളർച്ചയുള്ളതായി കാണുന്നു എന്ന്. ഇന്ത്യയിലെ ഒരു ദീർഘകാല പൊതുജനാരോഗ്യ പ്രശ്നമാണ് കൗമാരകാലത്തെ വിളർച്ച. രാജ്യത്തുള്ള 10 മുതൽ 19 വയസ്സുവരെയുള്ള 5 കോടിയിലധികം കൗമാരക്കാർ വിളർച്ച ബാധിതരാണെന്ന് കണക്കാക്കപ്പെടുന്നു. 60 മില്ലിഗ്രാം അയണും 0.5 മില്ലിഗ്രാം ഫോളിക് ആസിഡും ആഴ്ചതോറും നൽകുന്നത് കൗമാരക്കാരിൽ വിളർച്ചയുടെ സാധ്യതയും വ്യാപ്തിയും കുറയ്ക്കുന്നതിൽ ഫലപ്രദമാണെന്ന അനുഭവപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ പോകുന്ന കൗമാരക്കാരായ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്കൂൾ വിട്ടുപോയ കൗമാരക്കാരായവർക്കും വേണ്ടി കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം വീക്ക്ലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ അഥവാ പ്രതിവാര അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ പരിപാടി 2013 ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിലെയും 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ആഴ്ചതോറും ഓരോ അയൺ ഫോളിക് ആസിഡ് ഗുളികയും വർഷത്തിൽ 2 തവണ വിര നിവാരണ ഗുളികകളും വിതരണം ചെയ്യുന്നതിനു വേണ്ടി ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ആവിഷ്കരിച്ച വിപ്സ് പ്രോഗ്രാം 2013 ഫെബ്രുവരി മുതൽ സംസ്ഥാനത്ത്
ഉടനീളം നടപ്പിലാക്കി വരികയാണ്. ഇതോടൊപ്പം 1 മുതൽ 4 വയസ്സ് വരെയുള്ള ക്ലാസ്സുകളിലെ കൂട്ടുകാർക്കായി ഈ പദ്ധതി പരിഷ്കരിച്ചിട്ടുമുണ്ട്. 45 മില്ലിഗ്രാം അയണും 0.4 മില്ലിഗ്രാം ഫോളിക് ആസിഡും അടങ്ങിയ പിങ്ക് നിറത്തിലുള്ള ഗുളികകളാണ് 1 മുതൽ 4 വരെയുള്ള ക്ലാസ്സുകളിലെ കൂട്ടുകാർക്കായി ആഴ്ചതോറും നൽകുന്നത്. 5 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ കൂട്ടുകാർക്കായി നീല നിറത്തിലുള്ള ഗുളിക, അതായത് 60 മില്ലിഗ്രാം അയണും 0.5 മില്ലിഗ്രാം ഫോളിക് ആസിഡും അടങ്ങിയ ഗുളികകളാണ് എല്ലാ തിങ്കളാഴ്ച തോറും വിതരണത്തിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത് എല്ലാ തിങ്കളാഴ്ചകളിലും ഉച്ചഭക്ഷണത്തിന് ശേഷം അതാത് ക്ലാസ് ടീച്ചർമാർ നിങ്ങൾക്കായി വിതരണം ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, തിങ്കളാഴ്ച ഇനിയൊരു അവധി ദിവസമാണെങ്കിൽ ആ അവധി ദിനത്തിൽ കഴിക്കാനുള്ള ഗുളികകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ അധ്യാപകർ കയ്യിൽ തന്നുവിടുന്നതാണ്. ഒരു കാര്യം എല്ലാവരും പ്രത്യേകം ഓർക്കണേ, ഭക്ഷണം കഴിച്ച ശേഷം മാത്രമേ ഈ ഗുളിക കഴിക്കാവൂ. ഗുളിക കഴിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പും പിൻപും ചായ, കാപ്പി, മധുര പലഹാരങ്ങൾ തുടങ്ങിയവ യാതൊരു കാരണവശാലും കഴിക്കുവാൻ പാടുള്ളതല്ല. വിരബാധ മൂലമുള്ള വിളർച്ചയെ തടയുന്നതിലേക്കായി വർഷത്തിൽ 2 തവണ ആൽബൻഡാസോൾ ഗുളികകളും നിശ്ചയമായും കഴിച്ചിരിക്കേണ്ടതാണ്. ആദ്യ ഡോസ് ഫെബ്രുവരി മാസത്തിലും രണ്ടാമത്തെ ഡോസ് ഓഗസ്റ്റ് മാസത്തിലുമാണ് കഴിക്കുവാനായിട്ടുള്ളത്. കഴിക്കുന്ന ഗുളികകളുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ അഥവാ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ സ്കൂൾ ഹെൽത്ത് നഴ്സിനെയോ ചുമതലയുള്ള അധ്യാപകരെയോ അറിയിക്കേണ്ടതാണ്. ചിലർക്ക് ഛർദി, ഓക്കാനം, മലബന്ധം, കറുത്ത നിറത്തിലുള്ള മലം പോകൽ എന്നിവ ഉണ്ടായേക്കാം. ഇത് വെറും വയറ്റിൽ കഴിച്ചാലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടുതലായും ഉണ്ടാവുക. ഗുളികകൾ ചവച്ചിറക്കിയാൽ പല്ലിൽ കറ വീഴും. അതുകൊണ്ട് ഇവ വിഴുങ്ങേണ്ടതാണ്. കുറച്ച് ദിവസം കൊണ്ട് തന്നെ ശരീരം ഇതുമായി പൊരുത്തപ്പെടുകയും അസ്വസ്ഥതകൾ പൂർണ്ണമായി ഇല്ലാതാവുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വീക്കിലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ അഥവാ വിപ്സ്, പ്രതിവാര അയൺ ആൻഡ് ഫോളിക് ആസിഡ് വിതരണം എന്ന് പറയുന്നത് കേവലം ഒരു ചികിത്സയല്ല, ഇത് ഒരു സംരക്ഷണ കവചമാണ്. അത് കുട്ടികൾക്ക് കരുത്തും ശക്തിയും ചുറുചുറുപ്പും ആകർഷണീയതയും നൽകുന്ന ഒരു പരിപാടിയാണ്. ആയതിനാൽ ദേശീയ ആരോഗ്യ ദൗത്യം, പോഷൺ അഭിയാൻ എന്നിവ സംയുക്തമായി ദേശീയ തീവ്ര അയൺ പ്ലസ് സംരംഭമായ അനീമിയ മുക്ത ഭാരതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിലുള്ള ഈ വിപ്സ് പരിപാടി, വീക്കിലി അയൺ ആൻഡ് ഫോളിക് ആസിഡ് സപ്ലിമെന്റേഷൻ, ഒരു വൻ വിജയമാക്കി തീർക്കുവാൻ പ്രബുദ്ധരായ മുഴുവൻ മാതാപിതാക്കളോടും അധ്യാപകരോടും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടും ഒരു എളിയ ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.